2024 ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ജീവാനന്ദം പദ്ധതി. രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏതു ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ് E6 പേടകം ഇറങ്ങിയത്? അപ്പോളോ ബേസിൻ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം ഏത് രാജ്യത്തിനെതിരെ ആയിരുന്നു? കുവൈത്ത്. കവറി എ ലോങ് വിൻഡഡ് ഡിസ്പ്യൂട്ട് ആരുടെ പുസ്തകമാണ്? ടി രാമകൃഷ്ണൻ. അന്താരാഷ്ട്ര ബഹിരാകാശത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയാണ് ബോയിങ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യനെ വഹിക്കുന്ന ബോയിങ്ങിൻ്റെ പേടകമാണ് സ്റ്റാർ ലൈനർ. സ്റ്റോറി ഓഫ് എ ചീഫ് ജസ്റ്റിസ് എന്ന ആത്മകഥ ആരുടേതാണ്? UL ഭട്ട്. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പ്രഭാവർമ്മ. ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കാർലോസ് അൽക്കാരസ്. ഇറാനിലെ ചാബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഒരുങ്ങുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്, ധരംശാല. 18ാമത് ലോകസഭയിലെ ആകെ വനിതകളുടെ എണ്ണമാണ് 74. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാട്. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിനായി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യകേന്ദ്രം നിലവിൽ വരുന്നത് വാരണാസി. അന്തരിച്ച കവി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സുഗതവനം ഒരുങ്ങുന്നത് എവിടെയാണ്? ബംഗാൾ രാജ്ഭവനിൽ. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിനു നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ധ്വനി പ്രയാണം ആരുടെ ആത്മകഥയാണ്? M. ലീലാവതി. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി OR കേളു. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം മന്ത്രി VN വാസവൻ. കേരളം ആസ്ഥാനമാക്കി ആരംഭിച്ച വിമാന കമ്പനി എയർ കേരള. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന ഒരു കരുത്തുറ്റ ഡ്രോൺ ആണ് തപസ്. സാഹിത്യകാരി P. വത്സലയുടെ അവസാനത്തെ നോവൽ ചിത്രലേഖ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യ. ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ്. ശ്രേയസി സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിൻ്റെ തലവനായി നിയമിക്കപ്പെട്ടത് ഗഗൻ നരംഗ്. ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മണിക ബത്ര. ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന ആദ്യ ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സ് 2024. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗായ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. നിർമ്മിത ബുദ്ധിയിലൂടെ കെൽട്രോൺ സൃഷ്ടിച്ച ചാറ്റ് ബോട്ടാണ് കെല്ലി. സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു ബാക്കർ. 2029 ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുമെന്ന് കരുതുന്ന ചിഹ്നഗ്രഹമാണ് അപ്പോഫിസ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കല്ലായിപ്പുഴ, അതായത് കോഴിക്കോടുള്ളത്. ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ മായാത്ത ഓർമ്മകൾ എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? അതായത് മായാത്ത ഓർമ്മകൾ. PK വാര്യർ. സംസ്ഥാനത്തിലെ
എല്ലാ ഹൈസ്കൂളുകളിലും 12ാം ക്ലാസ് വരെ സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. 2024 വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ESO-08. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് P. ഹരീഷ്. അംബിക സുധൻ മങ്ങാടിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് അല്ലോഹാലൻ. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കോർബ ജില്ല, ഛത്തീസ്ഗഡ്. DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് ഗൗരവ്. 2025 മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. നൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സൽമാൻ റുഷ്ദി. അന്താരാഷ്ട്ര തുറമുഖം രാജ്യാന്തര അഡ്മിറൽ ചാർട്ടിൽ ഇടം പിടിക്കുന്നതിൻ്റെ ഭാഗമായി കടലിൻ്റെ സർവേക്കായി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവിക കപ്പലാണ് INS സത്ലജ്. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. ഒരു കപ്പൽ പഠന വകുപ്പിൻ്റെ പിറവിയും പ്രയാണവും എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ K. ശിവപ്രസാദ്. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ ആണ് സാൻ ഫെർണാണ്ടോ. അതായത് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സോറാവാർ. വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ് ഒപ്റ്റിമസ്. ഓക്കെ, താങ്ക് യു.